നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് 15 വർഷത്തിന് ശേഷം തുടക്കമിട്ട 2027 സെൻസസിൽ പുതുമകൾ ഏറെയാണ്. വീടിന്റെ വിവരങ്ങൾ പ്രത്യേക പോർട്ടലിലൂടെ വീട്ടുകാർക്ക് തന്നെ സ്വയം ചേർക്കാമെന്നതാണ് പ്രധാന സവിശേഷത. സ്മാർട്ട് ഫോണിലൂടെ വിവരശേഖരണം നടത്തുന്ന ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ എന്യൂമറേറ്റർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവർ കുടുങ്ങും. എന്യൂമറേറ്ററുടെ ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്ത് തട്ടിപ്പല്ലെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പാക്കാം. കൂടാതെ ബാങ്ക് അക്കൗണ്ട്, OTP വിവരങ്ങൾ എന്നിവയും കൈമാറേണ്ടതില്ല. 2 ഘട്ടമായാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ വീടിന്റെ കണക്കെടുപ്പും രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പും. കേരളത്തിൽ 16 മുതൽ 30 വരെ വീടിന്റെ വിവരങ്ങൾ പോർട്ടലിലൂടെ സ്വയം സമർപ്പിക്കാം. ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തിയും വീടുകളുടെ കണക്കെടുക്കും. ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് SCcensus.gov.in എന്ന ഒഫീഷ്യൽ പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ഇതിനുശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് വീട് നിൽക്കുന്ന സ്ഥലം കണ്ടെത്തി സൈറ്റിലുള്ള 33 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന 11 അക്ക സെൽഫ് എന്യൂമറേറ്റർ ID, അതായത് SCID വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് കൈമാറണം. അദ്ദേഹം വിവരങ്ങൾ പരിശോധിച്ച് കൃത്യമാക്കും. കൂടാതെ 15 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സ്വയം വിവരങ്ങൾ നൽകാനും സാധിക്കും. എന്നാൽ സെൽഫ് എന്യൂമറേഷൻ നിർബന്ധവുമല്ല. കൂടാതെ വീട്ടു നമ്പർ, മേൽക്കൂര, തറ, മൊസൈക്ക് അല്ലെങ്കിൽ മാർബിൾ, ഭക്ഷണ രീതി, വീട്ടിലെ വാഹനങ്ങൾ, വീട്ടിലെ അംഗങ്ങൾ, ഗൃഹനാഥന്റെ വിവരങ്ങൾ, വിവാഹിതർ, പാചകവാതക കണക്ഷൻ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ നമ്പർ തുടങ്ങിയവ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെ 16 ഇന്ത്യൻ ഭാഷകളിലും നമുക്ക് വിവരങ്ങൾ നൽകാൻ സാധിക്കും.